നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംരംഭങ്ങളും സംരംഭകരും അവരുടെ വിശേഷങ്ങൾക്കും പുറമെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക രംഗത്തെ അറിയിപ്പുകളും ഒക്കെയാണ് സാധാരണ ഫിനാൻഷ്യൽ ഗൈഡിന് വിഷയങ്ങളാകുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരനും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളെ കുറിച്ചാണ്. നിരപരാധികളായ മനുഷ്യർ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നേരിടേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ, ആ പീഡനങ്ങളെ എങ്ങനെ നിയമപരമായി നേരിടാമെന്നും ആ നിയമലംഘനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമെന്നും ഉള്ള വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. മറക്കാതെ കാണുമല്ലോ. പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിൽ നടക്കുന്ന ക്രൂരമർദ്ദനം ഉൾപ്പെടെയുള്ള പോലീസ് അതിക്രമം സംബന്ധിച്ച റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും വ്യാപകമായി പുറത്തു വരുമ്പോൾ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് പൊതുജനം. അന്യായമായി കസ്റ്റഡിയിൽ വെക്കുന്നതിലും മർദ്ദിക്കുന്നതിലുമൊക്കെ കടുത്ത അമർഷമുണ്ടെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ പലരും തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് ക്രിമിനലുകളായ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളമാകുന്നതും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൊതുജനം പ്രതികരിക്കാതിരിക്കുന്നത്. പ്രതികരിച്ചിട്ട് എന്തിനാ, അവരുടെ ശത്രുത സമ്പാദിക്കാമെന്നല്ലാതെ വേറെ എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നതാണ് ഒരു കാരണം. ലോക്കപ്പിലിട്ട് എന്നെ ക്രൂരമായി മർദ്ദിച്ചെങ്കിലും ഞാനും മർദ്ദിച്ച പോലീസുകാരും മാത്രമേ ഈ വിവരം ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ. പരാതിയുമായി പോയാൽ കൂടുതൽ ആളുകൾ അറിഞ്ഞ് നാണക്കേടാകും എന്ന് ചിന്തിക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ. എന്നാൽ ഗുണ്ടകളെപ്പോലെ പോലീസ് പ്രവർത്തിച്ചാൽ അതിനെയൊക്കെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള നിരവധി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ മർദ്ദനമേൽക്കുകയോ മാനസിക പീഡനം ഉണ്ടാവുകയോ ചെയ്താൽ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ആദ്യം പരാതി നൽകേണ്ടത് മേലധികാരിക്കാണ്. ജില്ലാ പോലീസ് മേധാവി മുതൽ DGP വരെയുള്ളവർക്ക് ഇത്തരത്തിൽ രേഖാമൂലം പരാതി നൽകാവുന്നതാണ്. ആവശ്യമെങ്കിൽ പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്കും പരാതി നൽകാം. രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ ഏതെങ്കിലും ബാഹ്യ ഇടപെടലുകളുടെ ഭാഗമായി നിങ്ങളുടെ പരാതിക്ക് അർഹിക്കുന്ന ഗൗരവം മേലധികാരികൾ നൽകുന്നില്ല എന്ന് തോന്നിയാൽ ഒട്ടും വൈകാതെ തന്നെ മറ്റു നിയമ നടപടികൾ നിങ്ങൾ തേടേണ്ടതാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പൗരൻ എന്ന നിലയിലുള്ള നിങ്ങളുടെ അടിസ്ഥാന അവകാശം പോലീസ് ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാം. കുട്ടികളോ സ്ത്രീകളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതിപ്പെടാം. അഭിഭാഷകന്റെ സഹായമില്ലാതെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാം. ഇതിന് ഫീസ് നൽകേണ്ട കാര്യമില്ല. കമ്മീഷന് ആവശ്യമെങ്കിൽ ഫോണിലൂടെയുള്ള പരാതിയും സ്വീകരിക്കാം. ഇമെയിൽ വഴിയും പരാതി നൽകാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ വിലാസം ഇനി പറയുന്നതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ടർബോ പ്ലസ് ടവർ, PMG ജംഗ്ഷൻ, തിരുവനന്തപുരം 33. ഫോൺ 0471230763. ഇമെയിൽ hrckerala.tvm@gmail.com. 2. ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി. പോലീസിന്റെ ഭാഗത്തു നിന്ന് മൗലികാവകാശ ലംഘനമുണ്ടായാൽ പൗരന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സ്വകാര്യ അന്യായം നേരിട്ട് ഫയൽ ചെയ്യാം. ക്രിമിനൽ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റിന് ഏതെങ്കിലും അഭിഭാഷകനെ ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിക്കാൻ അധികാരമുണ്ട്. കോടതിയിൽ അപേക്ഷിച്ച് സെർച്ച് വാറന്റ് കൂടി പുറപ്പെടുവിച്ചാൽ കോടതി നിയോഗിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തി ദൃശ്യങ്ങളും രേഖകളും പിടിച്ചെടുക്കാനും പരിശോധിക്കാനും അധികാരം ലഭിക്കും. അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ കുറ്റാരോപിതനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ തെളിവായി അത് മാറുകയും ചെയ്യും. 3. പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാൽ പരാതിക്കാരന് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയെ സമീപിച്ച് പരാതി നൽകാൻ കഴിയും. എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലുമായി 2 ശാഖകളാണ് അതോറിറ്റിക്കുള്ളത്. DYSPക്കും അതിന് താഴെയുമുള്ള ഓഫീസർമാർക്കെതിരെയുള്ള പരാതികൾ ജില്ലാ തലത്തിലാണ് സമർപ്പിക്കേണ്ടത്. SP-ക്കും അതിനു മുകളിലുള്ളവർക്കും എതിരായ പരാതികൾ സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്കാണ് നൽകേണ്ടത്. കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ജില്ലാതല അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത്. ജില്ലാതല അതോറിറ്റിയിലേക്കുള്ള പരാതികൾ ചെയർമാൻ, ജില്ലാ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി എന്നെഴുതി കളക്ടറേറ്റ് വിലാസത്തിൽ അയക്കണം. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയുടെ വിലാസം ഇനി പറയുന്നതാണ്. ചെയർപേഴ്സൺ, സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി, ടാഗോർ നഗർ ലെയിൻ, വഴുതക്കാട്, തിരുവനന്തപുരം 695014. സിവിൽ കോടതിയുടെ അധികാരങ്ങളാണ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്കുള്ളത്. കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം. കേരള പോലീസ് ആക്ട് 112 വകുപ്പ് പ്രകാരം
അതോറിറ്റിക്ക് പരാതി ലഭിച്ചാൽ അന്വേഷണത്തിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കാം. പരാതിക്കാരനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. തുടർന്ന് കുറ്റാരോപിതനിൽ നിന്ന് വിശദീകരണം തേടും. ആവശ്യമെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ സഹായം തേടാനും അതോറിറ്റിക്ക് കഴിയും. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചാൽ വകുപ്പ് തല അന്വേഷണം നടത്തണോ അല്ലെങ്കിൽ ക്രിമിനൽ നിയമപ്രകാരം കേസെടുക്കണോ എന്നതിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ചെയർപേഴ്സണായാണ് സംസ്ഥാന അതോറിറ്റി പ്രവർത്തിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി തസ്തികയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ, DGP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിക്കുന്ന IG റാങ്കിൽ കുറയാത്ത വിരമിച്ച ഉദ്യോഗസ്ഥരുടെ 3 അംഗ പാനലിൽ നിന്ന് പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ച് സർക്കാർ നിയോഗിക്കുന്ന ആൾ, ലോകായുക്ത നിർദ്ദേശിക്കുന്ന വിരമിച്ച ജില്ലാ ജഡ്ജിമാരുടെ 3 അംഗ പാനലിൽ നിന്ന് പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ച് സർക്കാർ നിയോഗിക്കുന്ന ആൾ എന്നിവരാണ് മറ്റംഗങ്ങൾ. ജില്ലാ അതോറിറ്റിയിലും വിരമിച്ച ജഡ്ജിയാവും അധ്യക്ഷൻ. ജില്ലാ കളക്ടറും SP-യും അംഗങ്ങളായിരിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തും സ്വൈര്യ ജീവിതവും സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അല്ലാതെ പോലീസ് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും പരാതിയുമായി വരുന്ന സാധാരണക്കാരന് മേൽ കുതിര കയറാൻ പോലീസിന് യാതൊരു അധികാരവുമില്ല. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നയാളിന്റെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ പോലും അവരെ മർദ്ദിക്കാൻ പോലീസിന് യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയോ അതല്ലെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത്. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ഇതിലെ ദൃഢകൃത്യേ എന്ന ഭാഗം ഏത് ക്രൂര കുറ്റകൃത്യം ചെയ്യാനുമുള്ള ലൈസൻസായി കേരള പോലീസ് കാണരുത്. പോലീസ് അതിക്രമങ്ങളിൽ പൊറുതിമുട്ടുന്ന ജനം നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, അവർ പ്രതികരിച്ചു തുടങ്ങിയാൽ കേരള പോലീസിലെ 60,000 സേനാംഗങ്ങളുടെ ശക്തി മതിയാകാതെ വരും അവരെ നേരിടാൻ. ഓർമ്മയിരിക്കട്ടെ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.